സിദ്ദിഖ് സിനിമയിലെത്തിയ കാലം തൊട്ട് എനിക്ക് അറിയാം. കാരണം സിദ്ദിഖിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സിദ്ദിഖിനെ പരിചയപ്പെടുന്ന ആരും സിദ്ദിഖിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. നമുക്കൊരിക്കലും മറക്കാനാവാത്തൊരു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. അല്ല, ലോഹിയെ നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട് ഏറ്റവും അടുത്ത സൗഹൃദം ഞാൻ സിനിമയിൽ പുലർത്തിയിരുന്ന ആളാണ്. തനിയാവർത്തനത്തിന് വഴിയാണ് ഞാൻ എന്നെ കണ്ടെത്തുന്നത്. ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യാൻ പ്രാപ്തനായ ആളാണെന്നുള്ളൊരു തിരിച്ചറിവിനെ എനിക്ക് ലഭിക്കുന്നത് ലോഹിയുമായിട്ട് തനിയാവർത്തനം ചെയ്തപ്പോഴാണ്. അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ലോഹിക്കുള്ളതാണ്. കാരണം അത്രയും ശക്തമായ ഒരു തിരക്കഥ എൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി. നമ്മളുടെ കൂടെയുള്ള ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾക്ക് മലയാള സിനിമാ ചരിത്രം എഴുതുന്ന സമയത്ത് ചില പേരുകൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു പേരാണ് ദ ലെജൻഡ് സിബി മലയിൽ. സിബി മലയിലാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ സിനിമ ഷോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലവട്ടം സാറിൻ്റെ സിനിമകളിലെ പാട്ടുകൾ, സാറിൻ്റെ സിനിമയിലെ സീന് അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ആ ഒരു പേര് ഇങ്ങനെ നേരിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. പക്ഷേ എന്തായാലും സാർ ഇവിടെ എത്തിയത് നമ്മുടെ സിദ്ദിഖിൻ്റെ അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് തന്നെ പറഞ്ഞു തുടങ്ങാം. അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ, സിദ്ദിഖ് സിനിമയിലെത്തിയ കാലം തൊട്ട് എനിക്ക് അറിയാം. സിദ്ദിഖ് എനിക്ക് തോന്നുന്നത് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിലാണ് ഫാസിലിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സിദ്ദിഖും ലാലും വരുന്നത്. ഞാനതിന് മുമ്പ് ഫാസിലിൻ്റെ കൂടെ 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷേ ഫാസിലിൻ്റെ അവിടുന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണ് ഇവർ വരുന്നത്. അപ്പം ഒരേ കാലത്ത് അവിടെ വർക്ക് ചെയ്തിട്ടില്ല. പിന്നീട് അവരുടെ ആദ്യത്തെ സിനിമ റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ റിലീസ് ദിവസമാണ് ഞാൻ അവരെ ഔപചാരികമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ആ സിനിമ റിലീസ് ചെയ്തത് 1989 ഓഗസ്റ്റ് 4 അന്നാണ് ഞാൻ സിദ്ദിഖിനെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. സിദ്ദിഖ് അന്ന് റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് എറണാകുളത്ത് ദശരഥം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ പടം കണ്ട സന്തോഷവും അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ കിട്ടിയിട്ട് അവർ ഓടി സന്തോഷത്തോടെ എത്തുന്നത് ഞങ്ങളുടെ ലൊക്കേഷനിലേക്കാണ്. അതിന് കാരണമെന്ന് പറയാൻ, റാംജി റാവുവിലെ നായിക രേഖ അന്ന് എൻ്റെ സെറ്റിൽ എൻ്റെ ദശരഥത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് ആ സന്തോഷം പങ്കുവെക്കാനാണ് അവിടെ എത്തിയത്. അന്നാണ് ഞാൻ സിദ്ദിഖിനെയും ലാലിനെയും നേരിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുമിച്ച് സിനിമയിൽ പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരെന്ന നിലയിൽ ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു വഴികളിൽ സഞ്ചരിക്കുന്നവരാണ്. സിനിമയുടെ രീതികളിൽ ഞങ്ങൾ ചെയ്യുന്ന സിനിമകളുടെ രീതിയിൽ രണ്ടുപേരും 2 ജോണറിൽപ്പെട്ട സിനിമകളാണ്. സിദ്ദിഖ് തീർച്ചയായിട്ടും ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ച് ഉള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഞാനിപ്പുറത്തെ ആൾക്കാരെ പൊട്ടിക്കരയിപ്പിക്കുന്ന സിനിമയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വളരെ കോൺട്രാസ്റ്റ് ഞങ്ങൾ തമ്മിലുണ്ടെങ്കിൽ പോലും സൗഹൃദത്തിനകത്ത് വളരെ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയ ആളാണ്. കാരണം സിദ്ദിഖിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സിദ്ദിഖിനെ പരിചയപ്പെടുന്ന ആരും സിദ്ദിഖിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. നമുക്കൊരിക്കലും മറക്കാനാവാത്തൊരു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ പ്രായക്കാരായിരിക്കാം, പക്ഷേ സിനിമയിൽ ഞാനായിരിക്കും കുറച്ചുകൂടെ മുമ്പേ വന്നയാൾ. എങ്കിൽ പോലും വലിയ വിജയങ്ങളിലേക്ക്, ഒരുപക്ഷെ മലയാളത്തിനും അപ്പുറത്തേക്ക് വലിയ വിജയങ്ങൾ, ഇപ്പോൾ ബോഡിഗാർഡ് എന്ന് പറയുന്ന സിനിമ തന്നെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്ത് വലിയ വിജയങ്ങൾ തേടി ഒരു പാൻ ഇന്ത്യൻ ഡയറക്ടറായിട്ട് മാറിയ, പക്ഷേ വളരെ അപൂർവം ആൾക്കാരാണ് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. അപ്പം സിദ്ദിഖിനത് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ ഒരു നന്മയുള്ളൊരു മനുഷ്യനാണ്. ഒരുപാട് സിദ്ദിഖിനെ പറ്റി ഞാൻ പറയുന്ന, ഒരു മനുഷ്യൻ ഇത്രയും പാവമാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഒരാളോടും ദേഷ്യത്തിൽ സംസാരിക്കുകയോ പിണങ്ങുകയോ മുഖം കറുത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി സിദ്ദിഖിനില്ല. എല്ലാവരോടും ഏറ്റവും എളിമയോടുകൂടി, അദ്ദേഹം ഒരുപക്ഷെ പ്രശസ്തിയുടെ ഉന്നതത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും എളിമയോടെ തന്നെ ആൾക്കാരോട് ഇടപഴകുന്നതും ആൾക്കാരെ അവരുടെ ഒരു
കൺസേൺ എല്ലാവരോടും എപ്പോഴും സിദ്ദീഖിനുണ്ടായിരുന്നു. സാർ, ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് ഏതൊരാളും പരിചയപ്പെട്ട അദ്ദേഹത്തെ അറിയാവുന്ന ഏതൊരാൾക്കും അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ച് നേരത്തെ നമ്മളെ വിട്ടുപോയി എന്നുള്ളൊരു സങ്കടം മാത്രമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആൻഡ് മറ്റ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം സാറിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടാവില്ല. ഒരു സംവിധായകൻ്റെ 40 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു, അത് അതിഗംഭീരമായിട്ടൊരു സെലിബ്രേഷൻ നടക്കുന്നു. മലയാള സിനിമയിൽ എന്തായാലും തന്നെ ഇങ്ങനെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ. അല്ല, അത് വളരെ അപ്രതീക്ഷിതമായൊരു ഇവൻ്റായിരുന്നു. കാരണം ഞാനത് അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ആ ഇവൻറ്റിനെ കുറിച്ച് ഒരു ധാരണ എനിക്ക് കിട്ടുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ആഘോഷം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരപ്പോൾ അതിനുവേണ്ടി ക്ഷണിക്കാനുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ അവർ പോയി കണ്ടു ക്ഷണിച്ച് പ്രോഗ്രാമെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടാണ് എന്നെ അറിയിക്കുന്നത്. കാരണം നേരത്തെ അറിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ അതിന് അനുവദിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അത് ഒന്നുമില്ല, നമുക്കൊരു ജാള്യതയാണല്ലോ. നമ്മളിങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ഇരുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്കത് എല്ലാവരും അവരുടെ നല്ല വാക്കുകളല്ലേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പുകഴ്ത്തലിൻ്റെ നടുവിലിരിക്കുന്നതിനൊരു ജാള്യതയുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ അതൊരു ഭാഗ്യം കൂടിയാണ്. കാരണം മറ്റൊരു സംവിധായകനും ലഭിക്കാതെ പോയ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു. അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും ആദരവും എല്ലാം നമുക്ക് അറിയാമെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ചെയ്യുന്നൊരു അനുഭവം കൂടി അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും അടങ്ങുന്ന ഒരുപാട് പേര്, 40 വർഷത്തിൽ ഞാൻ ചെയ്ത 47ഓളം സിനിമകളിൽ പ്രവർത്തിച്ച ഒട്ടുമിക്ക പേരും അവിടെ എത്തി. അവരെല്ലാം ഇവർ ക്ഷണിച്ച് കൊണ്ടുവന്നു. വരാൻ കഴിയാത്തവർ അവരുടെ വീഡിയോ മെസ്സേജസ് അയക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് വൈകാരികമായിട്ട് എന്നെ ഒന്ന് കണ്ണു നനയിപ്പിച്ചത് മമ്മൂട്ടിയുടെ ഒരു മെസ്സേജാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ മമ്മൂട്ടി ഒരു ശബ്ദ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ കഥയിൽ അതിലെ നായിക ലിസി ചെയ്ത കഥാപാത്രം ഒരു മമ്മൂട്ടി ഫാനാണ്. അപ്പം ഈ മമ്മൂട്ടി ഫാൻ ആയ പെൺകുട്ടി മമ്മൂട്ടിക്ക് അയക്കുന്ന കത്തുകൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായ മുകേഷിൻ്റെ കഥാപാത്രം പൊട്ടിച്ചു വായിക്കുകയും അയാൾ മമ്മൂട്ടിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി അയക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ കത്ത് അവസാനിക്കുന്നത് മമ്മൂട്ടി എന്ന് സ്വന്തം മമ്മൂട്ടി ചേട്ടനാണ്. ഈ ലിസിയുടെ കഥാപാത്രം കൊണ്ട് അയക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ മമ്മൂട്ടി എന്ന ഭാവേന മുകേഷ് അയക്കുന്ന കത്തുകൾ ലിസിയുടെ കഥാപാത്രം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ലിസിയുടെ മനസ്സിൽ മമ്മൂട്ടിയുടെ ശബ്ദമുണ്ടല്ലോ, ഒരു തിയേറ്ററുകളിൽ കേട്ട ശബ്ദങ്ങൾ. അപ്പോൾ ആ ശബ്ദത്തിൽ തന്നെ മമ്മൂട്ടിയെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മൂട്ടി വന്നത് ഡബ് ചെയ്ത് തന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിലെ ആ ശബ്ദ സാന്നിധ്യമായിട്ട് മമ്മൂട്ടി ഈ ഒരു ആഘോഷത്തിലും എത്തി. മമ്മൂട്ടി അത് വളരെ വൈകാരികമായിട്ടാണ് മമ്മൂട്ടി അതിനെ ആ വീഡിയോയിൽ പറഞ്ഞത്. അത് വളരെ നമ്മുടെ ഉള്ളത്തെ വല്ലാതെ നമ്മളെ വല്ലാതെ ടച്ച് ചെയ്തു അത്. അതുപോലെ സാർ, ഇപ്പോൾ ആ പടം വീണ്ടും നമ്മളിവിടെ രേഖാചിത്രം എന്ന് പറയുന്നൊരു സിനിമയായിട്ട് അതിലെ ആ കഥാപാത്രത്തെയും ആ സംഭവങ്ങളെയൊക്കെ തിരിച്ചെടുക്കുക. അപ്പോൾ അത് സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴൊക്കെ അല്ലെങ്കിൽ അങ്ങനെ അത് വീണ്ടും സ്വീകരിക്കപ്പെടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമില്ല. കാരണം എത്രയോ വർഷം മുമ്പ് സാർ തുടങ്ങിയ കാലത്ത് ചെയ്തു വെച്ചൊരു കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ അതിന് ഇഷ്ടപ്പെടുന്നു, കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിജയവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ കാണുന്നത്? തീർച്ചയായിട്ടും രേഖാചിത്രം ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് എന്നെ വിളിക്കുന്നുണ്ട്, സാറ് വന്നാൽ പടം ഒന്ന് കാണണം, സാറ് വന്നാൽ പടം കാണണമെന്ന്. അപ്പം ഞാൻ കണ്ടോളാം എന്ന് പറയുമ്പോൾ ഇല്ലില്ല, സാറ് കാണേണ്ടത് ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും എൻ്റെ അടുത്ത് കാര്യം പറയുന്നില്ല. അങ്ങനെ എന്നെ അവർ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് എന്നെ കൊണ്ട് അത് കാണിപ്പിക്കുന്നു. കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് ആൻഡോ ഇത്രയും താല്പര്യം കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത്. അത് പക്ഷേ വളരെ സന്തോഷമാണ്. കാരണം അതിനകത്ത് കാതോട് കാതോരവും മുത്താരം കുന്ന് പിയും ആണ് റെഫറൻസ് ആയിട്ടുള്ളത്. കാതോട് കാതോരം മുത്താരം കുന്നിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തുടങ്ങിയ സിനിമയാണ് കാതോട് കാതോരം. ഇത് രണ്ടിലും ലിസിയുടെ കഥാപാത്രം ലിസി അഭിനയിക്കുന്നുണ്ട്. അപ്പം അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ വന്ന 2 സിനിമകൾ, ഒരേ നായിക. ശരിക്കും ലിസിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു
എന്താണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു ഷെയ്ഡുള്ള ഒരു ആളെയാണ്, ഒരു കന്യാസ്ത്രീയുടെ കഥാപാത്രത്തെയാണ് ജഗ ചിത്രത്തിൽ കൊണ്ടുവരുന്നതും ആ മിസ്റ്ററിയിലേക്കും ആ മേർഡറിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ആ കേസ് തെളിയിക്കാനായിട്ടും ഈ സിനിമയുടെ ചില സംഭാഷണം മമ്മൂട്ടിച്ചേട്ടൻ എന്നൊക്കെ പറയുന്ന ആ റെഫറൻസ് ഒക്കെ വരികയും ചെയ്തു. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആ പടം കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തുന്നത് എത്രമാത്രം സ്വീകാര്യത ആ സിനിമയ്ക്കൊക്കെ ഉണ്ടെന്നുള്ള അന്ന് തിയേറ്ററിൽ നിന്ന് കിട്ടിയ റെസ്പോൺസിന് ശരിക്കും വ്യക്തമാണ്. ഒരു സാറിൻ്റെ ഒക്കെ ഒരു ടൈമിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സിനിമകളിലെ ചില സീനുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരാളെ അനുവദിക്കുക, അല്ലെങ്കിൽ പാട്ടുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ അനുവദിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ സാറ് സംവിധാനം ചെയ്യാത്ത സിനിമകളിൽ സാറ് ചെയ്തിട്ടുള്ള സീനുകളോ പാട്ടുകളോ ഒക്കെ ഉണ്ടോ? ഒന്ന് പ്രധാനമായിട്ടും ആദ്യം അങ്ങനെ ചെയ്യുന്നത് മണിച്ചിത്രത്താഴിന് വേണ്ടിയിട്ടാണ്. മണിച്ചിത്രത്താഴിൽ പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഫാസിലിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത എല്ലാവരും വന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഫാസിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. അപ്പം സിദ്ദിഖും ലാലും ഒരു പോർഷൻ ചെയ്തു, പ്രിയൻ ചെയ്തു. പ്രിയൻ ഫാസിലിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഔപചാരികമായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഫാസിലിനെ ഗുരുസ്ഥാനത്ത് കാണുന്നയാളാണ് പ്രിയൻ. പിന്നീട് ഞാനാണ്. അപ്പം എനിക്ക് ആ സമയത്ത് ചെങ്കോലിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് അവരാവശ്യപ്പെട്ട സമയത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല. അവർ പ്രധാനപ്പെട്ട മറ്റു ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാസിലിനെ വിളിച്ചോട്ട് സിബിക്കായിട്ട് ഞാനൊരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്, സിബി വന്ന് അത് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഞാൻ ചെങ്കോലിൻ്റെ ഷൂട്ടിംഗ് തീർന്ന് നേരെ പോയി ഇത് ഷൂട്ട് ചെയ്തു മണിച്ചിത്രത്താഴ്. അതിനകത്ത് പഴന്തമിഴ് പാട്ടുഴയും എന്ന് പറയുന്ന പാട്ടിൻ്റെ കുറേ പോർഷൻസ് കുറേ അവർ അതിന് മുമ്പ് തൃപ്പൂണിത്തുറ പാലസിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തത് തക്കല പത്മനാഭപുരം പാലസിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ശോഭനയും സുരേഷ് ഗോപിയും മോഹൻലാലും ഒക്കെ ഉൾപ്പെടെയുള്ള പാട്ടിൻ്റെ കുറേ പോർഷൻ, കുറച്ച് സീനുകൾ മാത്രം. ഞാൻ വളരെ കുറച്ചേ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും ഒരു പാട്ട് ഷൂട്ട് ചെയ്തത് നന്ദനം എന്ന സിനിമയിലാണ്. കാർമുകിൽ വർണ്ണൻ്റെ എന്ന പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് എന്നെ സമീപിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ അത്തരത്തിലുള്ള പാട്ടുകൾ ഷൂട്ട് ചെയ്ത് കണ്ടതിൻ്റെ ഒരു താല്പര്യത്തിലായിരിക്കാം. ഇപ്പോൾ ഈസാന ശബ്ദുള്ളയിലും ഭരതത്തിലും കമലദളത്തിലുമൊക്കെ വളരെ ക്ലാസിക്കൽ സ്വഭാവമുള്ള പാട്ടുകൾ ചിത്രീകരിച്ചതിൻ്റെ ഒരു രീതി കണ്ടിട്ടാവാം എൻ്റെ അടുത്ത് വന്ന് അതൊന്ന് ഷൂട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനാണ് അത് പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ ലോഹിതദാസിൻ്റെ ഷൂട്ടിങ്ങിന് ഭൂതകർണയുടെ തുടക്ക ദിവസങ്ങളിൽ ഞാൻ കൂടെ കുറച്ച് ദിവസം നിന്നു. കാരണം അത് എൻ്റെ കൺസേൺ, ലോഹി വിളിച്ചിട്ടല്ല, എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു. കാരണം ലോഹി എൻ്റെ കൂടെ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ലോഹി ഈ സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ ലോഹിക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടോ? കാരണം ലോഹി വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് അങ്ങനെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടീമിനെ നയിക്കാനുള്ളൊരു ലീഡിങ് കപ്പാസിറ്റി ഒക്കെ ആണ്. ലോഹിയാണെങ്കിൽ വളരെ വലിഞ്ഞൊരാളായതുകൊണ്ട് അത് പറ്റുമോ എന്നൊക്കെയുള്ള എൻ്റെ ഒരു ആശങ്കയ്ക്ക് ഞാൻ 2-3 ദിവസം കൂടെ നിന്ന്, ലോഹി ട്രാക്കിലായി എന്ന് പറയുന്നത് ഞാനിവിടെ കൂടെ നിന്നിരുന്നു. അങ്ങനെയുള്ള ചില രീതികളിലുള്ള മറ്റു ഉള്ള ആൾക്കാരുടെ സിനിമകളിലൊക്കെ അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഹിയുടെ തന്നെ കന്മതം എന്ന സിനിമയിലും ഇതുപോലെ ലോഹിക്ക് ആ സമയത്ത് നാഷണൽ അവാർഡ് കിട്ടി, അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ലോഹിയും ലാലും കൂടെ വന്നു പറഞ്ഞു ഇവിടെ ഒരു 3 ദിവസം ഒന്ന് ഷൂട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടായ ഒരു കാര്യങ്ങളാണ് അത്. സാർ, ഇപ്പോൾ ലോഹി സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ ഒരു സൗഹൃദം, മലയാള സിനിമാ സൗഹൃദം അല്ലെങ്കിൽ മലയാള സിനിമ കൂട്ടുകെട്ടിലെ വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഒരു തുടർച്ചയായിട്ടുള്ള സിനിമകൾ, അത് ഒരു വർഷം തന്നെ ഒന്നിലേറെ ചിത്രങ്ങൾ, ആ ഒരു സൗഹൃദവും ആ ഒരു റിലേഷൻഷിപ്പ് പല സ്ഥലങ്ങളിൽ പലവട്ടം പറഞ്ഞതാണ്. എന്നാൽ പോലും നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാനായിട്ടൊന്ന് ആ ഒരു അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, ലോഹി സാറിൻ്റെ ഒരു റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. അല്ല, ലോഹിയെ നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട് ഏറ്റവും അടുത്ത സൗഹൃദം ഞാൻ സിനിമയിൽ പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹം വിടവാങ്ങിയ സമയം വരെ ആ സൗഹൃദം വളരെ ആഴത്തിൽ തന്നെയുള്ള ഒന്നായിരുന്നു. ഒരുമിച്ച് സിനിമകൾ ചെയ്യാതിരുന്ന കാലത്തും ഞങ്ങളുടെ ഇടയിൽ വ്യക്തിപരമായ സൗഹൃദങ്ങൾക്കും അടുപ്പത്തിനും ഒന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പുറമേ അങ്ങനെയല്ല പറയുന്നതെങ്കിൽ പോലും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഞങ്ങളുടെ സൗഹൃദം അങ്ങനെ തന്നെ സുദൃഢമായിരുന്നു എന്നുള്ളത്. ലോഹിയും ഞാനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ പറ്റി പറയുന്നത് തന്നെ എങ്ങനെയാണ് ഒരുമിച്ച് ഇത്രയും സിനിമകൾ, അതും ഇത്രയും സക്സസ്ഫുള്ളായിട്ടുള്ള സിനിമകൾ ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു തരം പ്രത്യേകമായ ഒരു കെമിസ്ട്രി രൂപപ്പെടുന്നുണ്ടെന്നാണ്. എനിക്ക് തന്നെ അറിയില്ല അത് പറയാനായിട്ട്.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന സംവിധായകൻ എൻ്റെ 5ാമത്തെ സിനിമയാണ് തനിയാവർത്തനം ലോഹിയുമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ശ്രീനിവാസൻ്റെ 2 തിരക്കഥയിൽ ചെയ്തിട്ടുണ്ട്. മറ്റു 2 എഴുത്തുകാരുടെയും തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു ഫിൽം മേക്കർ എന്ന നിലയിൽ ഞാൻ ഏത് ജോണറിൽപ്പെട്ട സിനിമകൾ ചെയ്യാൻ പ്രാപ്തനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കന്നുണ്ടായിരുന്നില്ല. തനിയാവർത്തനത്തിന് വഴിയാണ് ഞാൻ എന്നെ കണ്ടെത്തുന്നത്. ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യാൻ പ്രാപ്തനായ ആളാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കുന്നത് ലോഹിയുമായിട്ട് തനിയാവർത്തനം ചെയ്തപ്പോഴാണ്. എൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എൻ്റെ ദിശ നിർണ്ണയിക്കപ്പെട്ടതും തനിയാവർത്തനത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ലോഹിക്കുള്ളതാണ്. കാരണം അത്രയും ശക്തമായ ഒരു തിരക്കഥ എൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. അതിനെ എന്നാലാവുന്ന വിധത്തിൽ നന്നായി ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമിനെ പെട്ടെന്ന് ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകരും പ്രൊഡ്യൂസർമാരും ഒക്കെ അതിനെ പിന്നീട് തുടർന്ന് സിനിമകൾ ചെയ്യാനുള്ളൊരു താല്പര്യത്തിലേക്ക് സമീപിക്കുകയും അങ്ങനെ ഒരു നല്ല കോമ്പിനേഷൻ ഉണ്ടാവുകയും ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലെല്ലാം ഈ ലോഹി ഞാനും കൂടെ ചെയ്ത സിനിമകൾ ഉൾപ്പെടും എന്നുള്ളത്. സാറിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഒരുപാട് കരയിപ്പിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ നമ്മൾ പറയും ശരിക്കും മറ്റൊരാളുടെ കണ്ണീര് കണ്ടിട്ട് നമ്മൾ ചിരിക്കുക എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറ് ഒരു സിനിമ കരയിപ്പിക്കാനായിട്ട് എടുക്കുന്നു, അപ്പോൾ പ്രേക്ഷകൻ അത് കണ്ട് കരഞ്ഞാലാണ് സാറിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സാർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള തിയേറ്ററിൽ വിസിറ്റൊക്കെ പോയിട്ട് ഈ ഇതുപോലെ കണ്ണീര് കണ്ടിട്ടുള്ള സിനിമ ഏതായിരിക്കും? അത് ആകാശദൂതാണ്. ആ രീതിയിൽ പക്ഷേ കേരളം മുഴുവൻ കരഞ്ഞ സിനിമ എന്ന് പറയുന്നത് അതാണ്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇവിടെ ചോദിക്കും, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച് എന്തായാലും ഒരു മിനിമം 10 പേര് ആകാശദൂതിൻ്റെ പേര് അയക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കഥ ഡെന്നിസ് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ആൾക്കാരെ കരയിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്, വലിയ രീതിയിൽ വിജയിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. അതിൽ താരം കഥ തന്നെയായിരുന്നു. കാരണം നമ്മളൊരു വലിയ എന്താണ് പ്രേക്ഷക ആരാധന ഉള്ള ഒരു താരത്തെയൊന്നുമല്ല, അല്ലെങ്കിൽ അത്ര ഒരു സൂപ്പർ സ്റ്റാറിനെ ഒന്നും ആ സിനിമയിലേക്ക് കൊണ്ടുവരാഞ്ഞതിന് കാരണം അതിനും മേലെ ആ സിനിമ കഥ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം നായികാ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അപ്പം നമ്മുടെ സോക്കോൾഡ് നായകന്മാർ ചിലപ്പോൾ അത്ര പ്രാധാന്യമില്ലാത്തൊരു വേഷം ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ മുരളിയെ സംബന്ധിച്ചോളം എൻ്റെ സിനിമ ആയതുകൊണ്ട് മുരളി ഏത് റോളാണെങ്കിലും വന്ന് ചെയ്യും. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ ഓരോ സീനുകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ മുമ്പ് ആ കഥ പൂർണ്ണമായിട്ടും വായിക്കുകയും ആ ഓരോ സീനുകൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ വൈകാരികമായിട്ട് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വളരെ വൈകാരികമായ പിന്നീട് തിയേറ്ററിലുള്ള ആൾക്കാർ കരയുന്ന സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ കരയാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി അതിനെ എന്നെ അത് ബാധിക്കാറുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ വളരെ ഡിറ്റാച്ച്ഡായിട്ട് നിന്നാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിലൊക്കെ തിയേറ്ററിൽ ആളില്ലായിരുന്നു. കാരണം അത്ര താരപ്രഭയൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് ഓരോ ഷോ കഴിയുമ്പോഴും വേർഡ് ഓഫ് മൗത്ത് വഴി ആൾക്കാർ കണ്ടവർ മറ്റുള്ളവരോട് പറഞ്ഞാണ് അത് വലിയ വിജയമായി തീരുന്നത്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അതിന് പ്രേക്ഷകർ കുറഞ്ഞു വന്നപ്പോൾ നിർമ്മാതാക്കളൊക്കെ വല്ലാതെ വറീഡായി. കാരണം ഇത് തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് മാറ്റിപ്പോകുമെന്നൊക്കെ ഉള്ളത്. ആ സമയത്തും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ വലിയ രീതിയിൽ വിജയിക്കുമെന്നുള്ളതാണ്. ഞാൻ എന്നിട്ട് നിർമ്മാതാക്കളെയും വിതരണക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞ് നമുക്ക് ഇച്ചിരി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ചില പബ്ലിസിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു കർച്ചീഫ് കൊടുക്കുന്നത്. ഈ കർച്ചീഫ് കൊടുക്കുന്നതോടുകൂടി ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്ക് എന്തിനാണ് കർച്ചീഫ് എന്ന് അറിയത്തില്ല. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതില്ലായിരുന്നെങ്കിൽ വിഷമിച്ച് വരും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ സാരിത്തുമ്പ് കൊണ്ടും അല്ലെങ്കിൽ ദുപ്പട്ട കൊണ്ടൊക്കെ കണ്ണുടയ്ക്കുക. ആണുങ്ങൾ എന്ത് ചെയ്യും? ആണുങ്ങളെല്ലാവരും അങ്ങനെ ഒരു പെട്ടെന്ന് കർച്ചീഫ് പോക്കറ്റിൽ നിന്ന് എടുത്തൊന്നും തുടയ്ക്കാനുള്ള കരുതലോടെയൊന്നും ആയിരിക്കില്ല വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടവർ ഈ കർച്ചീഫ് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ അതും കൊണ്ട് തുളച്ച് നനഞ്ഞ കർച്ചീഫായിട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത കൂട്ടുകാരികളോടൊക്കെ ഇത് ഷെയർ ചെയ്യും. ഇന്നലെ ഒരു സിനിമ കണ്ടു, അവരൊരു കർച്ചീഫ് തന്നില്ലായിരുന്നെങ്കിൽ കഷ്ടപ്പെട്ട് പോയാലെന്ന് പറയും. അപ്പോൾ അതൊരു വലിയ അവരറിയാതെ നമുക്ക് വേണ്ടി പബ്ലിസിറ്റി ചെയ്യാൻ നിർബന്ധിതരായി തീരുകയാണ്. അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചില
തന്ത്രങ്ങളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചു. പക്ഷേ ആ തന്ത്രം ഉപയോഗിച്ചത് ആദ്യ ദിവസങ്ങളിലെ പ്രേക്ഷകരുടെ ഒരു തിയേറ്ററിനെ ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് എത്തിപ്പെടാത്ത ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് ആ തന്ത്രം ഫലിക്കുകയും നമുക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കൊമ്പം വിഷ വെച്ച ആൾക്കാരൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞിട്ട് അക്കാലത്ത് ബെറ്റ് വെച്ചൊക്കെ പോകുമായിരുന്നു. ആൾക്കാർ തമ്മിൽ ബെറ്റ് വെക്കും, ഞാൻ കരയത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെയാണ് ബെറ്റൊക്കെ വെച്ചിട്ട് പോയി ബെറ്റ് തോറ്റ് കരഞ്ഞു വരുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, പണ്ടൊക്കെ സാറൊക്കെ ആണെങ്കിൽ ഇപ്പം പല സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നതിന് ശേഷമാണ് ഡയറക്ടർ ആവുന്നത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഫീൽഡിലേക്ക് എത്താൻ എന്നുള്ളത്. കാരണം ഒരു വർഷം തന്നെ ഒരു പുതുമുഖ സംവിധായകരുടെ നിരവധി ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഈ പുതുതായിട്ട് സംവിധായകർ എത്തുന്നത്, അല്ലെങ്കിൽ വേണ്ട വിധം പരിജ്ഞാനം ഇല്ലാത്ത സിനിമകൾ സംവിധാനം ചെയ്യാൻ ആളുകൾ എത്തുന്നുണ്ടോ? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനൊരു 7 സിനിമകളിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തത്. പക്ഷേ അത് ആ 7 സിനിമകളാണ് എൻ്റെ ഇന്നത്തെ ഒരു സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്നെ ഇന്നും നിലനിർത്തുന്നത് ഞാൻ ആ 7 സിനിമകളിലൂടെ പ്രായോഗികമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ആദ്യ സിനിമയ്ക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ കഥ അറിയില്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. ഏറ്റവും അവസാനത്തെ ആളായിട്ട് നിന്ന് ആ സിനിമയുടെ ആദ്യ സിനിമയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി ഞാൻ ഏതാണ്ട് 2ാമത്തെയോ 3ാമത്തെയോ അസിസ്റ്റൻ്റായിട്ടാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ എനിക്കൊരു ആത്മവിശ്വാസം ഈ 7 സിനിമകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് അതിൻ്റെ സിനിമയുടെ പ്രായോഗികമായിട്ട് പഠിച്ച് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ പോലും കിട്ടാത്ത അത്രയും ഒരു ബോധ്യം നമുക്ക് ഇങ്ങനെ പഠിക്കും. കാരണം നമ്മളുടെ സംശയങ്ങളെ ചോദിച്ചറിഞ്ഞ് നമ്മുടെ സീനിയറായിട്ടുള്ള ടെക്നീഷ്യന്മാരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിലിരുന്ന് നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിപ്പിക്കുന്ന പോലെയല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് പഠിക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇന്നും നിൽക്കുന്നത്. ഞാൻ മികച്ച രീതിയിൽ സിനിമ എടുക്കുകയോ അല്ലെങ്കിൽ ഷോട്ടുകൾ എടുക്കുകയോ സീനുകൾ കമ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഈ 7 വർഷത്തെ എൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സിനിമകൾ അസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടൊന്നുമല്ല ഇപ്പോൾ ആൾക്കാർ വരുന്നത്. ചിലപ്പോൾ ചില ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ട് വരുന്നവരുണ്ടാകും, ചിലപ്പോൾ അതൊന്നുമില്ലാതെ സിനിമകൾ കണ്ട് വരുന്നവരുണ്ടാകും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അവരുടെ ക്രിയേറ്റിവിറ്റിയുടെയോ പടത്തിൻ്റെയോ കഥയുടെയോ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നത്. ഒരു സിനിമയ്ക്കൊരു ഗ്രാമറുണ്ട്. സിനിമയ്ക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ വളയത്തിൽ കൂടി ചാടിയിട്ട് വളയമില്ലാതെ ചാടാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. പക്ഷേ ആദ്യം നമ്മളൊരു വളയത്തിൽ കൂടി ചാടണം. വളയത്തിൽ കൂടി ചാടി അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളയമില്ലെങ്കിലും ഏറ്റവും നന്നായിട്ട് ചാടി 4 കാലിൽ ഒന്നിക്കാൻ അല്ലെങ്കിൽ 2 കാലിൽ ഒന്നിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സിനിമയ്ക്കൊരു ബേസിക് ഗ്രാമർ എന്ന് പറയുന്നത്, ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഒരാൾ ഇടതുവശത്താണ് ഒരാൾ വലതുവശത്താണെങ്കിൽ അവരുടെ നോട്ടങ്ങളും അതേ ദിശയിൽ തന്നെ ഒക്കെ ചെയ്യുക. ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ റൈറ്റിലേക്ക് നോക്കുക, റൈറ്റിൽ നിൽക്കുന്ന ലെഫ്റ്റിലേക്ക് നോക്കുക എന്നൊക്കെ പറയുന്നൊരു അത് അടിസ്ഥാനമായ ഗ്രാമറാണ്. അതൊന്നും അറിയാതെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും പലരും റീൽസും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോഴും കാണുന്നത് ഞാനിപ്പോൾ താങ്കളെ നോക്കി സംസാരിക്കുമ്പോൾ എൻ്റെ ക്ലോസപ്പ് എടുക്കുമ്പോൾ താങ്കൾ എൻ്റെ ഇടതുവശത്താണ്, ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ താങ്കൾ എൻ്റെ ഇടതുവശത്താണ്. ഇപ്പം എൻ്റെ ക്ലോസ് എടുക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ ഇടതുവശത്തേക്ക് നോക്കിയാണ് സംസാരിക്കേണ്ടത്. ഞാൻ അതിന് പകരം വലതുവശത്തേക്ക് നോക്കി സംസാരിച്ചാൽ ഞാൻ വേറെ ആരോട് സംസാരിക്കും തോന്നിപ്പം. പ്രേക്ഷകർക്ക് അത് കൺഫ്യൂഷൻ, അവർക്ക് മനസ്സിലാകത്തില്ല എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം ഇയാൾ അവിടെയാണല്ലോ നിന്നത്, പക്ഷേ ഇയാൾ ഇവിടെയാണ് നോക്കുന്നതെന്ന് തോന്നുന്നൊരു കൺഫ്യൂഷനുള്ള അത് ആ ബേസിക് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരാണ് ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ മൾട്ടിപ്പിൾ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് 2-3 ക്യാമറകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുക. ഒരു സീൻ തന്നെ 2-3 ആംഗിളിൽ ഷൂട്ട് ചെയ്യുക, എല്ലാ ആംഗിളിൽ നിന്നും ഒരേ ഡയലോഗ് ഷൂട്ട് ചെയ്യുക, എന്നിട്ടൊരു എഡിറ്ററെ ഏൽപ്പിക്കുക, എഡിറ്റർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ സംവിധായകൻ അവിടെ ഒരു സ്ഥാനമില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോളില്ല. സംവിധായകൻ്റെ സിനിമ അല്ലാതായി മാറുകയാണ്. ഒരു എഡിറ്ററുടെ സിനിമയാണ്. അയാൾ പൂർണ്ണമായിട്ട് ഒരു എഡിറ്ററെ പിന്നെ എല്ലാ ആംഗിളും ഇത് എടുത്തു കൊടുക്കുക, അയാൾ അതിൽ നിന്ന് നല്ലത് എടുക്കട്ടെ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു സംവിധായകൻ്റെ സിനിമ ആയി മാറുന്നില്ല എന്നുള്ളതാണ്.
നമുക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം. ഒരു സിനിമ ഒരു സിനിമയിൽ ഒരു സീനിൽ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഈ ഷോട്ടിനൊരു പർപ്പസ് ഉണ്ടാണ്. അതാണ് ഞാൻ അടിസ്ഥാനമായിട്ട് പഠിച്ചത്. എന്തിനാണ് ഞാനിപ്പോൾ ഈ ഷോട്ട് ഈ ആംഗിളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എന്നോട് തന്നെ ഒരു ഉത്തരം പറയണം, വേറെ ആരോടും പറയണ്ട. എനിക്കെന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. ഒരു സീനിനൊരു കോറിയോഗ്രാഫി ഉണ്ട്. ആ കോറിയോഗ്രാഫി നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടാലേ നമുക്ക് ആ സിനിമ ഏറ്റവും നന്നായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ഇതിൽ നിന്നും എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല, അതാണ് ക്ലാസ് റൂമുകളിലോ ഒരു ഒരു തിയറി ക്ലാസ്സിലോ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അത് പ്രായോഗികമായ തലത്തിൽ നിന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചതാണ് എൻ്റെ ശക്തിയും എൻ്റെ ഈ 40 വർഷക്കാലം ഇവിടെ നിൽക്കാൻ എന്നെ സഹായിച്ചത്. സർ, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, ഈ 5 പേര് മലയാള സിനിമയിൽ ഇങ്ങനെ എപ്പോഴും താരങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സാർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബേസിൽ പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ സിനിമയോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്? ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന പേരുകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് അവർ പരിപൂർണമായിട്ടും ഇവരെല്ലാവരും സംവിധായകനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിലുള്ള കോൺഫിഡൻസ് ആണ് അവർക്ക്. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ അതിനകത്ത് ഇടപെടൽ നടത്താറുണ്ടാവാം. എനിക്കറിയില്ല, എനിക്കങ്ങനെ അനുഭവമില്ല. പക്ഷേ അവർ അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ സംവിധായകൻ്റെ ഈ ആത്മവിശ്വാസക്കുറവ് അവരിലും ആ വിശ്വാസക്കുറവ് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവരാരും നമ്മുടെ മുമ്പിൽ എൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴൊക്കെയും ഇവർ പൂർണ്ണമായിട്ടും നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശരിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷനില്ല. കൃത്യമായിട്ടും അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ നമ്മളെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിയുന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇപ്പം മോഹൻലാലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, മോഹൻലാൽ ഒരു ഒരു ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരാളാണ്. അപ്പം നമുക്ക് പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു ബേസിക് ഐഡിയ കൊടുത്താൽ മതി. ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച്, അയാളുടെ ബോഡി ലാംഗ്വേജിനെക്കുറിച്ച്, അയാൾ എങ്ങനെയാണ് ആ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് അയാളുടെ പശ്ചാത്തലം എന്താണെന്നൊക്കെ പറഞ്ഞ് ഒരു ബേസിക് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാൽ അതിനെ ത്രൂ ഔട്ട്, പിന്നെ നമ്മൾ ഓരോ സീനിനും പോയി ലാലിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല. അതങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ദശരഥം എന്ന സിനിമയിൽ ലാൽ അഭിനയിക്കാൻ വരുമ്പോൾ അതിനു മുമ്പ് കഥയുടെ ഒരു ഔട്ട്ലൈൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്ക്രീൻ പ്ലേ ഒന്നും വായിച്ചിട്ടില്ല. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇയാൾക്കൊരു ജീവിതത്തിലൊരു തീരുമാനമില്ലാത്തൊരു മനുഷ്യനാണ്, ഒരു ഫിക്സേഷൻ ഇല്ല. ബേസിക്കായിട്ട് അയാൾക്കൊരു മുറിയിൽ കയറി വന്നാൽ എവിടെ ഇരിക്കണം, ഏത് കസേരയിൽ ഇരിക്കണമെന്ന് പോലും തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ മനസ്സിങ്ങനെ ചാടിക്കളിക്കുന്ന, അത് അയാളുടെ ശരീരഭാഷയിലുണ്ടാവണം. അയാൾ ഒരിക്കലും നിൽക്കുമ്പോൾ ഒറ്റക്കാലിൽ ഉറച്ച് നിൽക്കത്തില്ല, ചിലപ്പോൾ കാല് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബോഡി വെയിറ്റ് മറ്റേ കാലിലേക്ക് മാറ്റി അങ്ങനെ കൈ അവിടെ വെക്കണം, പോക്കറ്റിലിടണോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒന്നിനകത്തൊരു നിശ്ചയമില്ലാത്തൊരു മനുഷ്യൻ. അത് തന്നെയാണ് ആ സ്വഭാവം അയാളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ഇതാണ് ബേസിക്കലി അതാണ്. അപ്പോൾ ഇയാൾ ത്രൂഔട്ട് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടാടാമെന്ന് പറഞ്ഞ ശേഷം പിന്നെ ലാൽ അതങ്ങ് ഫോളോ ചെയ്തു. പിന്നെ ഓരോ സീനിലും പോയി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ കൃത്യമായിട്ട് അപ്പം തന്നെ ആദ്യത്തെ സീൻ തന്നെ അത് ലാൽ മനസ്സിലായി ഉൾക്കൊണ്ടുകൊണ്ടങ്ങ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും മമ്മൂട്ടിയുടെ ആക്ടിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ്. മമ്മൂട്ടിയെയും നമ്മൾ ഞാൻ മമ്മൂട്ടിയെ വിളിക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടർ എന്നാണ്. കാരണം അതൊരു പ്രത്യേക രീതി, അഭിനയത്തിന് മറ്റൊരു രീതിയാണ്. ഇപ്പം ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. മമ്മൂട്ടി ചെയ്ത അത്രയും പെർഫെക്ഷനോടുകൂടി വേറൊരാൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മമ്മൂട്ടിയുടേതായിട്ടുള്ള ഒരു അഭിനയ രീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അങ്ങനെ ഓരോരുത്തരെയും നമുക്കിപ്പം സുരേഷിനാണെങ്കിലും സുരേഷ് വളരെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ഹീറോ റോളുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെയും എൻ്റെ സിനിമയിലേക്ക് വന്നപ്പോൾ സുരേഷിനെ ഇപ്പം ഡെന്നിസ് എന്ന് പറയുന്ന കഥാപാത്രം സമ്മറിൻ ബദലയും ചെയ്യുമ്പോഴാണെങ്കിലും പ്രണയവർണ്ണങ്ങളെ വിനയചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിന്ദൂരരേഖയിലെ
കഥാപാത്രത്തിലേക്ക് ചെല്ലുമ്പോൾ സുരേഷ് അതുവരെ ചെയ്ത കഥാപാത്രങ്ങളുടെ രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആളെ നമുക്ക് സുരേഷിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജയറാമിനും അങ്ങനെ തന്നെയാണ്. ജയറാമിൻ്റെയും എൻ്റെ കൂടെ ചെയ്ത സിനിമകളിലെല്ലാം ഇപ്പം ഈ സമ്മറൻ ബദലുള്ള കഥാപാത്രമാണെങ്കിലും ജയറാം സ്ഥിരമായിട്ട് ചെയ്യുന്ന കോമഡി ഫ്ലേവറുള്ള കഥാപാത്രങ്ങളുടെ ഒപ്പം തന്നെയും ഇപ്പം അമൃതം എന്ന സിനിമയിലൊക്കെ കുറച്ചുകൂടി ഇമോഷണലി ഒരു ഇമോഷണലായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ദിലീപും എൻ്റെ കൂടെ അധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദിലീപ് അതിനു മുമ്പ് ചെയ്തിരുന്നത് ഈ സ്ലാപ്സ്റ്റിക് കോമഡി തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന ദിലീപ് ഇഷ്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ദിലീപ് കുറച്ചും കൂടി കൺട്രോളായിട്ടുള്ളൊരു ഒരു വേറെ രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് ദിലീപിനും എത്തിപ്പെടാൻ കഴിയും. അത് നമ്മളിൽ അവരർപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് ആണ് നമുക്ക് അവരെ ആ രീതിയിൽ മോൾഡ് ചെയ്യാൻ കഴിയുന്നത്. സർ, അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പല നടന്മാരെ പറ്റിയും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് എക്സ്പ്രഷൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു കാര്യം പണ്ടത്തെ സിനിമകളിൽ സാർ ശ്രദ്ധിച്ചിട്ടുണ്ട്? സാറിൻ്റെ സിനിമകളിൽ മുമ്പ് അഭിനയിച്ച അതേ രീതി വീണ്ടും ആവർത്തിക്കപ്പെടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? നമ്മൾ പിന്നെ മുൻകാല മാതൃകകളെ അവർ തുടരുന്നുണ്ടോന്നില്ല. നമ്മളെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കഥാപാത്രം, ആ സിനിമയിലെ ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അയാളുടെ ഒരു സ്ഥിരം ചേഷ്ടകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച അഭിനയ രീതികൾ വളരെ പ്രകടമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാറുണ്ട്. അത് എനിക്കറിയാം. ഞാനിപ്പോൾ മോഹൻലാലിനെ വെച്ച് ചെയ്ത സിനിമകളിൽ ഒരു സിനിമകളിൽ പോലും മോഹൻലാൽ കരയുന്ന രംഗത്ത് മുഖം പൊത്തിയിട്ടില്ല. മുഖം പൊത്തി കരയുന്നത് ഞാൻ അനുവദിക്കാറില്ലെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമ്മൾ വെക്കുന്ന ആംഗിളുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ ചില സിനിമകളിൽ അദ്ദേഹം കണ്ണുപൊത്തി കരയുന്ന രീതി അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. കരയുമ്പോൾ കണ്ണുപൊത്തും അതൊരു ആക്ടറുടെ ഒരു ബലഹീനതയാണ്. ആ ബലഹീനത അവർ മനസ്സിലാക്കത്തില്ലായിരിക്കും. അവർക്ക് മനസ്സിലാകത്തില്ല. അവരപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇൻറ്റ്യൂഷനിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കൊരിക്കലും ഒരാൾ ക്യാമറയിൽ നോക്കിയിട്ട് കണ്ണുപൊത്തി കരയുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ കഴിയുന്നതും ആ എക്സ്പ്രഷനെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് ചെങ്കോൽ എന്ന് പറയുന്ന സിനിമയിൽ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് തിലകൻ ചേട്ടൻ്റെ കഥാപാത്രം എത്ര കാണുമ്പോൾ ലാല മുറിയുടെ വാതിൽക്കൽ വന്നിട്ട് തട്ടുന്നുണ്ട്. നിങ്ങളാണോ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ അത് കൈവിട്ടു പോകുന്നൊരു അവസ്ഥയാണ് ആ കഥാപാത്രത്തിൻ്റെ. അച്ഛനെ ഇങ്ങനെ സഹോദരിയുടെ ഈ ഒരു കൂടെ ഇങ്ങനൊരു കാര്യത്തിലേക്ക് സഹോദരിയെ കൊണ്ടുവരുന്ന അച്ഛനെ കാണാൻ ഒരു ഗതികേട് വരുമ്പോൾ തകർന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ ലാലാവാതിൽ തട്ടിക്കരഞ്ഞിങ്ങനെ താഴേക്ക് വീഴുന്നത്. അതേപോലെ തന്നെയാണ് സതയത്തിൽ ചെയ്തത്. ഈ കരച്ചിലൊക്കെ ഒരിക്കലും മുഖം മറയ്ക്കാതെ എൻ്റെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വെക്കുന്ന ഷോട്ടുകളുടെയും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ലാലും ആ കഥാപാത്രത്തെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകനെ വിശ്വസിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതാണ് എൻ്റെ അനുഭവത്തിൽ ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഒരു ചോദ്യം ഇപ്പോൾ സാറിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ പോലും നമ്മൾക്ക് പുതിയ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ ഇതിൽ പല പേരെയും വെച്ച് കമ്പയർ ചെയ്യാൻ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഇനി ഒരു മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി അല്ലെങ്കിൽ ആ ഒരു ലൈനപ്പ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇന്ന് കൂടുതൽ സോഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ അതേപോലെ പതിറ്റാണ്ടുകൾ നിലനിൽക്കാൻ സിനിമയിൽ ഇതേപോലെ താരമായി നിലനിൽക്കാൻ സാധ്യതയുള്ള ആളുകളായിട്ട് സാർ ആരെങ്കിലും നോക്കിക്കാണുന്നുണ്ടോ ഇപ്പം നിലവിലുള്ള യുവതാരങ്ങളിൽ? അറിയില്ല. ഇതിപ്പം നമ്മുടെ സിനിമയുടെ തന്നെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സംവിധായകർ പോലും സസ്റ്റൈനബിളായിട്ടുള്ള ഒരു സിനിമകൾ ചെയ്ത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കുറഞ്ഞു വന്നു. ഇപ്പം ഞങ്ങളുടെ തലമുറയിലുണ്ടായിരുന്നു. ഇപ്പം പ്രിയദർശനായാലും സത്യനന്ദിക്കാടായാലും കമലായാലും ഞാനും ഉൾപ്പെടെയുള്ള തലമുറയുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന തലമുറയുണ്ട്. ഇവരൊക്കെയും കാലങ്ങളോളം ഇവിടെ സിനിമകൾ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ടെക്നീഷ്യന്മാരുണ്ട്. അതേപോലെ തന്നെയാണ് അഭിനേതാക്കൾ. നമ്മൾ ഈ പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലും സുരേഷും തുടങ്ങിയിട്ടുള്ള അഭിനേതാക്കളും കാലങ്ങളോളമായിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു സസ്റ്റൈനബിലിറ്റി, ലോങ് സ്റ്റാൻഡിങ് ഇനിയും ഒരു താരത്തിനുണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം, സിനിമയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ സാഹചര്യത്തിൽ അങ്ങനെ ദീർഘകാലമായൊരു നിലനിൽപ്പ് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. എന്നാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട് ഈ തലമുറയിലും.
പ്രത്യേകിച്ചും ഫഹദ് ഫാസിലിനെ പോലെയുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സിനിമകളിലേക്ക് അവർ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിവിൻ പോളി നല്ലൊരു ആക്ടറാണ്, നിവിൻ പോളി നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണ്. പക്ഷേ ചില സിനിമകളിൽ ആ അഭിനയത്തിൻ്റെ ചില മിന്നായങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ അവരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് അവരെത്തുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ടൊവിനോ തോമസും നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടറാണ്. പക്ഷേ അവർ അത്തരം കഥകളിലേക്ക്, കഥാപാത്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ താല്പര്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തിപ്പെടാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന ഈ ജനറേഷനിൽപ്പെട്ട പുതിയ ആൾക്കാരിൽ പലരും അസാധ്യമായ പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സ് തന്നെയാണ്. ഇപ്പം ഏറ്റവും പുതിയ തലമുറയിൽ നമുക്ക് റോഷൻ മാത്യു അതിഗംഭീരമായ ആക്ടറാണ്. റോഷനെയൊന്നും ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ ഏറ്റവും പുതിയ റോന്ത് എന്ന സിനിമയിലാണ് കുറച്ചും കൂടെ റോഷനൊരു വിസിബിലിറ്റി ഉണ്ട്. അത് ആൾക്കാർ ഇയാൾ മറ്റേത് അയാൾ എത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാകാത്തതുകൊണ്ടാണ്. പക്ഷേ അയാൾ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഒരുപക്ഷെ പുതിയ രീതിയിലുള്ള സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് പുതിയ അഭിനയത്തിൻ്റെ രീതികളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാലം നിലനിൽക്കാൻ പൊട്ടൻഷ്യലുള്ളവരാണ്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തണം. അവരും അത്തരം ക്യാരക്ടേഴ്സിനെ തപ്പിയെടുത്ത് അവരിലേക്ക് അത്തരം കഥാപാത്രങ്ങളിൽ എത്താൻ അവരും ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം എനിക്കറിയാം, മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലായാലും അവർ കഥാപാത്രങ്ങൾ അന്വേഷിച്ചും കൂടെ നടക്കാറുണ്ട്. നല്ല സിനിമ, നല്ല കഥാപാത്രം എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് അവരും അതിനകത്ത് വളരെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഇവർക്കും ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് നമ്മൾ കൃത്യമായിട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. സാർ, ഇനി ചോദിക്കാനുള്ളത് പാട്ടുകളെ പറ്റിയിട്ടാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള, നമ്മളൊക്കെ എപ്പോഴും നെഞ്ചോട് ചേർത്ത ഒരുപാട് പാട്ടുകൾ സാറിൻ്റെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഈ ഒരു പാട്ടുകൾ ഉൾപ്പെടുത്തുന്നത് എത്രമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? ഞാൻ അതിനൊരു വലിയൊരു ഐറണിയുണ്ട്. ഞാൻ ആദ്യകാലത്ത് എനിക്ക് പാട്ട് ഷൂട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം സിനിമയിൽ എന്തിനാണ് പാട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ? ഞാൻ വളരെ റിയലിസ്റ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സിനിമയിൽ മാത്രം നമ്മൾ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും പാട്ട് പാടി നടക്കാറില്ലല്ലോ ജീവിതത്തിൽ. അതുകൊണ്ട് സിനിമയിൽ അതിൻ്റെ ഒരു ലോജിക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിക്കിട്ടിയത് കിരീടം ചെയ്യുമ്പോഴാണ്. കണ്ണീർപ്പൂവിൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. കണ്ണീർപ്പൂവ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നത് ആ സിനിമയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകമാണ് ആ പാട്ടിലൂടെ. ആ കഥയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, വളർച്ചയ്ക്ക് ആ പാട്ട് ആവശ്യമാണ്. ഈ മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന കഥാപാത്രം വീട്ടിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ട് അയാളുടെ ഒരു ഏകാന്ത ജീവിതമുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ അയാളുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു കഥയുടെ വളർച്ചയ്ക്ക് ഇയാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടങ്ങൾ അയാൾ എവിടെയൊക്കെ ആയിരുന്നു, എങ്ങനെയായിരുന്നു, മറ്റുള്ളവരുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്നൊക്കെയുള്ള ഒരു വിഷ്വൽസിലേക്ക് ആ ഒരു യാത്രയെ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായി. കാരണം ഇത് കഥ പറച്ചിലാണ്. എനിക്കൊരു മെറ്റീരിയലുണ്ട്. ഇല്ലാതെ ഇപ്പോൾ ഒരു സങ്കടപ്പെട്ട ഒരാൾ കടൽ തീരത്ത് പോയിരുന്ന് പാട്ട് പാടുക എന്നൊക്കെ പറയുന്നല്ലോ. ഇതൊരു ജീവിതത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. അയാളെ ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്, പ്രേക്ഷകർ സഞ്ചരിക്കുകയാണ്. അപ്പം തൊട്ടാണ് എനിക്ക് അതിനൊരു പാട്ടുകൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നത്. പിന്നെ നമ്മൾ ഹിസൈന അബ്ദുള്ളയിലേക്കും ഭരതത്തിലേക്കും കമലദളത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും പാട്ടുകൾ ആ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയതുകൊണ്ട്, ആ പാട്ടുകളില്ലാതെ ആ സിനിമയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ലാതെ വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ലോജിക്കിനെക്കുറിച്ച്, ഞാനത് ചെയ്യുന്നതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് എനിക്ക് കൺഫ്യൂഷനില്ല. കാരണം എനിക്ക് കോൺഫിഡൻസ് തരുന്ന ഈ പാട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുള്ളത് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും. ചില കാര്യങ്ങൾ നമുക്ക് ഇത് വേണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുമ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ സിനിമ അതോടുകൂടി എനിക്ക് പാട്ട് ചിത്രീകരിക്കാനുള്ള എൻ്റെ എല്ലാ ഇൻഹിബിഷൻസും മാറി അതിനെ പിന്നീട് ഏറ്റവും നന്നായിട്ട് ചെയ്യണം, ഏറ്റവും നല്ല പാട്ടുകളെ ഉൾപ്പെടുത്തണം. അതിപ്പോൾ ക്ലാസിക്കലായാലും പിന്നീട് ഞാൻ ചെയ്ത സമ്മർ ഇൻ ബത്ലഹേം ആയാലും പ്രണയവർണ്ണങ്ങളായാലും ദേവദൂതനായാലും ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെയും പാട്ടുകൾ ആ സിനിമയുടെ ഒരു വലിയ ഘടകമായി മാറുകയും ആ രീതിയിൽ ആ സിനിമ
ആസ്വദിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. പിന്നീട് ആദ്യം തീരുമാനിച്ചൊരു കഥയിൽ മറ്റൊരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആ കഥ മാറ്റിവെക്കുക, അങ്ങനെ സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക, ആ സിനിമ നാഷണൽ അവാർഡ് സ്വന്തമാക്കുക, ഇതൊരു ചരിത്രമാണ്. അതേപോലെ തന്നെ ഒരിക്കലും ഇറങ്ങിയിട്ട് യാതൊരു തരത്തിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്തിട്ട് അതൊരു വമ്പൻ വിജയമാവുക, പിന്നീട് ഒരുപാട് റീ റിലീസുകൾക്ക് ഈ ഒരു സിനിമ കാരണമാവുക, അതും ഒരു ചരിത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സാറിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സാറ് കാണുന്ന ഏറ്റവും ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു സാർ ഒരു അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു സിനിമ ഏതായിരിക്കും? ഈ പറയുന്ന സിനിമകളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ ആസ്വദിച്ച് ചെയ്തതാണ്, പ്രേക്ഷകരും അത് ആസ്വദിച്ചതാണ്. അതൊക്കെ നേരത്തെ ആദ്യം സൂചിപ്പിച്ചാലും മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സിനിമകളൊക്കെ അതിൻ്റെ ഭാഗമായി പറയപ്പെടും എന്നുള്ളതും ഉറപ്പാണ്. എൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വേർതിരിച്ച് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ, ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ, ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് സതയമാണ്. പക്ഷേ സതയം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ ഏറ്റവും മികച്ച സിനിമ വരാനിരിക്കുന്നേ ഉള്ളൂ. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ഖത്തറിലുള്ള ഒരുപാട് മലയാളികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനൊരു വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനം ആ സ്നേഹം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ആ സ്നേഹം സാറിനെ കൂടി അറിയിക്കുകയാണ്. വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.